കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം. 2026 വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമം അപകടത്തിലാണെന്നും മൂന്നാം തവണയും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമെന്നും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകുലു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നതായി സൂചന. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മൂന്നാമത്തെ പരാജയത്തിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 2016 2021 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് പിന്നാലെ അധികാരം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് സർവേ വലിയ തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഗുണം ചെയ്യില്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഇതിനകം തന്നെ പാർട്ടിക്ക് അധപ്പതനം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് കനുകുലു സർവേയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2031 തിരഞ്ഞെടുപ്പിലേക്കാണ് കനുകുലു ലക്ഷ്യം വെക്കുന്നതെന്ന് ചില വൃത്തങ്ങൾ പറയുന്നു. കോൺഗ്രസ് കനുകുലുവിന്റെ സർവേ വളരെ ആധികാരികമായിട്ടാണ് എടുക്കാറുള്ളതെന്നും എന്നാൽ കോൺഗ്രസ് ഇതെങ്ങനെ എടുക്കുമെന്ന് കണ്ടറിയണമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. പൊതുവെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര സംഘർഷങ്ങൾ, മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം, ശശി തരൂരിന്റെ സ്റ്റാർട്ടപ്പ് പ്രസ്താവന, ഡൽഹിയിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് നടത്തിയ ചർച്ചകളുമെല്ലാം പാർട്ടിക്കകത്തും UDF-നകത്തും ഐക്യമില്ലെന്ന് തെളിയിക്കുന്നതാണ്. കോൺഗ്രസിനകത്ത് നേതൃതർക്കമുണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ കനുകുലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞുവെന്നും ജോർജ് പൊടിപ്പാറ പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ ആദ്യം വേണ്ടത് സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുകയെന്നുള്ളതാണെന്നും ഈ തിരഞ്ഞെടുപ്പ് തോറ്റാൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി പറയുന്നു. ഇപ്പോൾ തന്നെ മുഖം രക്ഷിക്കാൻ കഴിയുന്നത് ലീഗ് എന്ന പാർട്ടി കൂടെയുള്ളതുകൊണ്ടാണ്. അവർ മലബാറിൽ നേടിയെടുക്കുന്ന സീറ്റ് തന്നെയാണ് രക്ഷയാകുന്നത്. തെക്കൻ കേരളത്തിലെ മുസ്ലിം വോട്ടുകളും മലബാറിലെ വിദ്യാസമ്പന്നരായിട്ടുള്ളവരിൽ നിന്നുള്ള മുസ്ലിം വോട്ടുകളും സിറിയൻ ക്രിസ്ത്യൻ വോട്ടുകളുമൊന്നും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലെന്നും ഫക്രുദ്ദീൻ അലി പറയുന്നു. 2016 കേരളം അസം തിരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ ചുമതലയാണ് കനുകുലുവിനെ പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പൾസറിഞ്ഞ് തിരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ നടത്താനാണ് കനുകുലുവിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ചുമതല. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള നൂതന മാർഗങ്ങൾക്ക് കനുകുലുവും സംഘവും രൂപം നൽകും. കനുകുലുവിന്റെ ടീമിന് പുറമെ ഏതാനും ഏജൻസികളെ കൂടി സർവേക്കായി ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷാവസാനമുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സർവേയാണ് മറ്റ് ഏജൻസികൾ പ്രധാനമായും നടത്തുന്നത്. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ കോൺഗ്രസിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തലുകൾ. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.